ഹായ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു എയിംസ് വ്ലോഗ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്നത് ഒരു ടീച്ചിങ് വേക്കൻസി റിപ്പോർട്ട് ചെയ്യാനാണ്. അത് മാത്രമല്ല, ഹെൽത്തിലേക്ക് 1-2 വേക്കൻസി വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാം കൂടി ഒരുമിച്ച് നമ്മുടെ ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കാനാണ് ഇന്നത്തെ എന്റെ ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശ ലക്ഷ്യം. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു സോറി പറഞ്ഞുകൊണ്ടാണ് വീഡിയോ തുടങ്ങുന്നത്. കാരണം ഈ ഒരു വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 1 വീക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്ക് സ്കൂളിൽ കുറച്ച് തിരക്കായത് കൊണ്ടാണ് എനിക്ക് ഡിലേ ആയി പോയത്. അപ്പൊ സോറി പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ ഏകദേശം കുറച്ച് സബ്ജക്റ്റുകൾക്ക് മാത്രമാണ് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏതൊക്കെ സബ്ജക്റ്റിനാണ് ഇപ്പോൾ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നോക്കാം. ഇപ്പോൾ ചെയ്തിരിക്കുന്നത് അറബിക്, ആർട്ട് ആൻഡ് ഡിസൈൻ, BTech Hospitality, Creative Art, Business Studies, Economics, Health and Peace, Marine Science, Maths, ട്രാവൽ ആൻഡ് ടൂറിസം. അങ്ങനെ 11 സബ്ജക്റ്റുകൾക്കാണ് ഇപ്പോൾ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നമ്മുടെ പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് വേക്കൻസിക്ക് ആപ്ലിക്കേഷൻ അയക്കണം എന്നുള്ളതും. അത് നിങ്ങൾ ഇപ്പോൾ ഡയറക്റ്റ് ഇന്റർവ്യൂ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു ഏജൻസി കണ്ടെടുക്കണം. ആ ഏജൻസി ജെനുവിൻ ആണോ എന്ന് അന്വേഷിക്കുക. അതിനുശേഷം ഏജൻസി പറയുന്നതനുസരിച്ച് അവരുടെ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുക. ഈ ഗൂഗിൾ ഫോമിന്റെ കാര്യത്തിലൊക്കെ ഒരുപാട് പേര് നമ്മുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്താൽ കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അത് ജെനുവിൻ ആയിട്ടുള്ള ഏജൻസിയാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ നമ്മുടെ ID പ്രൂഫോ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ്സിന്റെ കോപ്പിയൊക്കെ കൊടുക്കുന്നത് കൊണ്ട് ഒരു പ്രശ്നവും ഇല്ല. കാരണം അതാണ് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷന്റെ പ്രൊസീജിയേഴ്സ്. അതേസമയം നമ്മുടെ ഏജൻസി ജെനുവിൻ അല്ല എങ്കിൽ നിങ്ങളത് സൂക്ഷിക്കേണ്ട കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏജൻസി സെലക്ഷൻ ആണ് ഫസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. സെക്കൻഡ് വൺ, നിങ്ങൾ ഗൂഗിൾ ഫോം നന്നായിട്ട് ഫില്ല് ചെയ്യുക. ഗൂഗിൾ ഫോം എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോയും നമ്മുടെ ചാനലിൽ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ചാനലിൽ ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ക്ലിയർ ആകും. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്താൽ മതി, ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതിനുശേഷം ആ ലിങ്ക് നമ്മൾ ആപ്ലിക്കേഷൻ അയച്ചോട് 30th ആണ്. ഇപ്പൊ October 30th ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. ആ ലാസ്റ്റ് ഡേറ്റിന് ശേഷം അവര് റാങ്ക് ലിസ്റ്റ് ഇടും. എന്ന് വെച്ചാൽ സോർട്ട് ചെയ്ത കാൻഡിഡേറ്റ്സിന്റെ ഒരു ലിസ്റ്റ് ഇടും. ആ ലിസ്റ്റ് അനുസരിച്ചിട്ട് നമുക്ക് ഇന്റർവ്യൂ ഉണ്ടാകും. ആ ഇന്റർവ്യൂവിന്റെ ബേസിലാണ് ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരുന്നത്. ആ റാങ്ക് ലിസ്റ്റ് വന്നാൽ ഉടനെ കയറിപ്പോരാൻ പറ്റുമോ എന്നൊരു സംശയം നിങ്ങൾക്ക് പലർക്കും ഉണ്ടാകും. അതും ഡിപ്പെൻഡ് ആണ്. കാരണം 1 month to 1 year ആണ് ഈ ഒരു ലിസ്റ്റിന്റെ കാലാവധി പറയണത്. അപ്പൊ അതുകൊണ്ട് തന്നെ പക്ഷെ ഈ മറൈൻ സയൻസ്, അതേപോലെ ട്രാവൽ ആൻഡ് ടൂറിസം, BTech, ക്രിയേറ്റീവ് ആർട്ട്, അതിനൊക്കെ മിക്കപ്പോഴും തന്നെ സാധ്യത കൂടുതലുള്ള സബ്ജക്ട്സ് ആണ്. നിങ്ങൾ അതിൽ ക്വാളിഫൈഡ് ആണെന്നാണെങ്കിൽ എത്രയും വേഗം അയക്കാനേ ഞാൻ പറയുള്ളൂ. അപ്പൊ അറിയാലോ ക്രൈറ്റീരിയ നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത്. ഡിഗ്രി വേണം, ഡിഗ്രി കമ്പൽസറി ആണ്. അല്ലാതെ TTC ഒന്നും പറ്റില്ല. ഡിഗ്രി കമ്പൽസറി ആണ് ഇങ്ങോട്ട് ആപ്ലിക്കേഷൻ അയക്കാനായിട്ട്. B.Ed ഉണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ നിങ്ങൾക്ക് അലവൻസ് കിട്ടും. സാലറി പാക്കേജിനെ കുറിച്ചുള്ള വീഡിയോ നമ്മുടെ ചാനലിന്റെ ലിങ്കിൽ ഞാൻ കൊടുത്തിരിക്കാം. സംശയമുള്ളവർ അവിടെ പോയി നോക്കിയാൽ മതി. ഇത്രയുമാണ് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷന്റെ കീഴിലേക്ക് എനിക്ക് പറയാനുള്ളത്. അപ്പൊ സബ്ജക്ട് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ഹെൽപ്പ് വേണമെന്നാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. IGCSE ഇങ്ങോട്ട് മോൾഡീവ്സിലേക്കുള്ള ടീച്ചേഴ്സിന്റെ ഒരു ഗ്രൂപ്പ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കിട്ടും. അതല്ലാന്നാണെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാം വഴി നിങ്ങൾക്ക് മെസ്സേജ് ഇടാം. ആ ഇൻസ്റ്റാഗ്രാം മെസ്സേജ് വഴി ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരാവുന്നതാണ്. പിന്നെ ഇതിന്റെ കൂടെ കൂട്ടിച്ചേർക്കാനുള്ളത് മിനിസ്ട്രി ഓഫ് ഹെൽത്തിലേക്ക് നഴ്സസിന്റെ വേക്കൻസിയും ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പൊ ഈ IGMH ഹോസ്പിറ്റലിലേക്ക് ലാസ്റ്റ് വീക്ക് അത് ഓപ്പൺ ആയിരുന്നു. അതിനുശേഷം ഇതാ വീണ്ടും മിനിസ്ട്രി ഓഫ് ഹെൽത്തിന്റെ അണ്ടറിൽ നഴ്സസ് വേക്കൻസി ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പൊ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് അതിന്റെ ഡീറ്റെയിൽസും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞു തരാം. ഇത്രയുമാണ് എനിക്ക് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് പറയാനുള്ളത്. സോ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും വേഗം അയക്കുക. നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. സംശയമുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് ഇടാവുന്നതാണ്. സോ ബൈ.